ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ ചെറുപ്പം തൊട്ട് അവരുടെ പാരന്റ്സ് സ്വന്തം മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത്. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ആണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ അവരെ കൊണ്ട് വൃദ്ധസദനങ്ങളിലാക്കുകയല്ല ചെയ്യേണ്ടത്. പകരം അവർക്ക് സ്നേഹം കൊടുക്കുക, അവരെ നല്ല രീതിയിൽ നോക്കുക. ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛൻ്റെ പാരന്റ്സിനെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കണത്. അപ്പൊ എനിക്കത് മനസ്സിലായി ഭാവിയിൽ എങ്ങനെ വേണം എൻ്റെ പാരന്റ്സിനെ നോക്കാൻ. അവർക്ക് ആവശ്യമുള്ള സമയങ്ങൾ എപ്പോഴും നമ്മൾ കൂടെ വേണം. അതുപോലെ ഈ പുതുതലമുറ മാത്രമല്ല, പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ ഈ വൃദ്ധസദനങ്ങൾ അന്നൊന്നും വൃദ്ധസദനങ്ങളില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിലോ ഉത്സവങ്ങളുടെ ഇടങ്ങളിലൊക്കെ കൊണ്ടാക്കും. അപ്പോൾ അവരെന്നിട്ട് തെരുവുകളിൽ ഭിക്ഷ എടുത്ത് നടക്കുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ വൃദ്ധസദനങ്ങൾ എന്തുകൊണ്ടും നല്ലതാണ്. ഈ ഒരു നമ്മുടെ മുന്നിലത്തെ ജനറേഷനാണ് കൂടുതലും ഇവരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരുടെ മക്കള് വളർന്നു വരുന്നതും ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെയാണ്. ഇവരെ ഒഴിവാക്കുന്നത് കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇവർക്കും പ്രായമായി വരികയാണ്. അപ്പൊ ഇവരെയും മക്കളും തള്ളിക്കളയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ നമ്മളോടാണെങ്കിലും പറയും അച്ഛനെ അമ്മയും കണ്ടാണ് പഠിക്കേണ്ടതെന്ന് പറയും. ലൈക്ക് ഇങ്ങനെ ഒരു ജനറേഷനെ കണ്ടു പഠിക്കുന്നതിനേക്കാൾ ഭേദം കണ്ടു പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമൊന്നും അല്ല നമുക്കിപ്പോഴും ഉള്ളത്. കൂടുതലും ഇനി ഇപ്പോഴും നമ്മൾ കുട്ടികളെ വാല്യൂ സിസ്റ്റം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ തന്നെ മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയോടും ഈ പറഞ്ഞ പോലെയുള്ള അവർക്ക് ആ തിരിച്ചറിവുകളൊക്കെ ധാരാളം ഉണ്ടാവും. അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കടമയും ഉത്തരവാദിത്വ ബോധവും ഒക്കെ അവർ കാണിക്കും. അതിന് ചെറുപ്പം തൊട്ടേ വാല്യൂ സിസ്റ്റം കൊടുത്ത് നമ്മൾ കുട്ടികളെ വളർത്തണം. ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അച്ഛൻ മരിച്ചു, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ജോലി റിസൈൻ ചെയ്ത് തിരിച്ചു വന്നവരുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ടല്ലോ. പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമൊന്നും അല്ല നമുക്കുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നല്ല വാല്യൂ ഉള്ള കുട്ടികളാക്കി വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്കിത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.